ഹലോ ആസ്പിരൻസ്, ഈ ജൂൺ 16-ാം തീയതി സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുന്നവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. സാധാരണ എക്സാം ടിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രിലിംസ് എക്സ്പീരിയൻസിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഈ വീഡിയോയിൽ. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ പടി എന്ന് പറയുന്നത് നമ്മൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹോൾ ടിക്കറ്റ് നമുക്ക് UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് ജൂൺ 16-ാം തീയതി വരെയാണ്. എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും സെർവർ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആൻഡ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സമയത്തുള്ള സംശയമാണ്, കളർ പ്രിൻ്റ് ഔട്ട് എടുക്കണോ അതോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ എന്നുള്ളത്. നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കളർ വേണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സാറിന് വരാറുണ്ട്. കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ അത് നിങ്ങളുടെ ഇഷ്ടം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ആൻഡ് ഹോൾ ടിക്കറ്റ് 3 പേജസാണ് ഉണ്ടാകുന്നത്. ആദ്യത്തെ പേജിലാണ് നമ്മുടെ ഫോട്ടോയും റോൾ നമ്പറും സെൻറ്ററും പോലുള്ള വൈറ്റൽ ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ളത്. ഈ ആദ്യത്തെ പേജ് മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. സെക്കൻഡ് ആൻഡ് തേർഡ് പേജ് എന്ന് പറയുന്നത് അത് ഇൻസ്ട്രക്ഷൻസ് ആണ്. സെക്കൻഡ് പേജ് ഹിന്ദിയിലുള്ളതും തേർഡ് പേജ് ഇംഗ്ലീഷിലുള്ളതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തു. ഇനി അടുത്ത് നിങ്ങൾ സെൻറ്റർ എവിടെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ 3 സ്ഥലത്താണ് സെൻറ്റേഴ്സ് ഉള്ളത്. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, അങ്ങനെ 3 സെൻറ്റേഴ്സാണ് കേരളത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾ പല പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക, നിങ്ങൾക്ക് അവിടെ എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത്, അതായത് ഹാളിലേക്ക് കയറേണ്ടത് രാവിലെ 9 മണിക്കാണ്. ഫസ്റ്റ് 9:30ക്കാണ് എക്സാം വരുന്നത്. 9 മണിക്കുള്ളിൽ നിങ്ങൾ എക്സാം ഹാളിലേക്ക് നിങ്ങൾ കയറിയിരിക്കണം. അപ്പോൾ 9 മണിക്കുള്ളിൽ അവിടെ എത്തുന്ന രീതിയിൽ, ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പേ അവിടെ എത്തുന്ന രീതിയിൽ. കാരണം നമുക്ക് സെൻറ്റേഴ്സ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ റൂം കണ്ടുപിടിക്കണം. ലൈക്ക് ഏത് റൂമിലാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോഴേക്കും ഒരല്പം സമയം പോകും. ലാസ്റ്റ് മിനിറ്റ് പാനിക് ആവുന്നൊരു സിറ്റുവേഷൻ വരരുത്. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് തന്നെ എത്തുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരു 8 മണി ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ സെൻറ്ററിൻ്റെ അവിടെ എത്തുന്നതാണെങ്കിൽ ഒരല്പം റിലാക്സ് ആവാനും അതുപോലെ മെല്ലെ നമുക്ക് റൂമൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് എത്താനുള്ളൊരു സമയം കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. നമുക്കവിടെ നമ്മുടെ ലൈക്ക് റെസിഡൻസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ പറഞ്ഞ എക്സാം സെൻറ്ററിലേക്കുള്ള ദൂരം, അതുപോലെ അത് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിലാണ് പോകുന്നത്, ലൈക്ക് ട്രെയിനാണോ ബസ്സാണോ, ആൻഡ് മഴക്കാലമാണോ നിങ്ങൾക്കറിയാം, നമുക്ക് പെട്ടെന്ന് വിചാരിച്ച പോലെ നമുക്കൊരു ഓട്ടോ ഒക്കെ കിട്ടി അവിടെ എത്തണം എന്നുണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ടൈമിൻ്റെ കാര്യത്തിലൊരു പ്രിക്കോഷൻ എടുത്തുകൊണ്ട് തന്നെ പ്ലാനിങ്ങുകൾ മുന്നോട്ടേക്ക് വെക്കുക. ആൻഡ് സ്വന്തം വണ്ടിയൊക്കെ എടുത്ത് പോകുന്നവരാണെങ്കിൽ ഒരല്പം നേരത്തെ പോവുക. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ആവുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ ലൈക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നേരത്തെ പോവാം. ഓക്കെ, കാരണം ലാസ്റ്റ് മിനിറ്റ് പാനിക് ആവുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ലാസ്റ്റ് മിനിറ്റ് പാനിക് ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മൊത്തം എക്സാമിനെ ബാധിക്കും. ശരിക്കും പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിൻ്റെ ഒരു ടെസ്റ്റിങ്ങും കൂടിയാണ്. നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്, എത്രത്തോളം നമ്മൾ ലൈക്ക് പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെയാണത് ഫേസ് ചെയ്യുന്നത് എന്നതും കൂടിയാണ് പ്രിലിമിനറി എക്സാം. അല്ലാതെ വെറും നമ്മുടെ നോളജ് മാത്രം അല്ല അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്നത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. നോളജ് മാത്രമല്ല അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്, കാമായിട്ട് പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി ആൻസർ എഴുതുക എന്നുള്ളതാണ്, ആൻസർ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രിലിമിനറിക്ക് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അതേപോലെ നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്നൊരു കാര്യമായിരിക്കും, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയും സ്റ്റുഡൻസ് നിങ്ങൾ കുറേ കാലത്തിന് ശേഷമായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അക്കാഡമിയിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കാഡമിയിൽ അല്ലാത്ത സ്റ്റുഡൻസിനെയും നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഒരു ലൈക്ക് സോഷ്യൽ ആനിമൽ ആയിട്ടുള്ള മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി പ്രകാരം നമ്മൾ ചിലപ്പോൾ ആരോടെങ്കിലുമായിട്ട് സംസാരിക്കുക, ഫ്രണ്ട്സ് ആവുകയൊക്കെ ചെയ്യുമായിരിക്കും. ആ ഒരു ടൈമിൽ കഴിയുന്നതും ഇത്തരം സംസാരങ്ങൾ നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ ഒഴിവാക്കാവുന്നതാണ് നല്ലത്. കാരണം ഓരോരുത്തരും ഓരോ പേഴ്സ്പെക്റ്റീവിൽ വരുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ ഹൈലി കോൺഫിഡൻ്റ് ആയിരിക്കും, ലൈക്ക് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ചില ആൾക്കാർ ലൈക്ക് ലോ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. സോ നമ്മൾ ലൈക്ക് സംസാരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു എനർജി നമ്മളിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളെ തന്നെ നമുക്ക് സംസാരിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് മേ ബി അത് റെയർ ആയിട്ടൊരു കാര്യമായിരിക്കാം. ചിലപ്പോൾ ലൈക്ക് ഈ പ്രോസസ്സിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഒരു 5-6 തവണയൊക്കെ എക്സാം എഴുതിയിട്ട് UPSCനോട് തന്നെ വലിയ താല്പര്യമില്ലതോ, ഇത് അങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന രീതിയിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ചിലപ്പോൾ നിങ്ങൾ കണ്ടേക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ ഒരു എനർജിയും കൂടി നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് അവസാനം നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ കഴിയുന്നതും ആ ഒരു സമയത്ത് എക്സാമിന് കയറുന്നതിന് മുമ്പുള്ള ടൈമിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാൻ വേണ്ടി, ഫ്രണ്ട്സിനെ
ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ സാഹചര്യങ്ങളല്ലാതെ തന്നെ പുറത്തും വേറെ ഉണ്ടാവും. ഈ എക്സാമിൻ്റെ ദിവസമുള്ള ക്രൂഷ്യൽ ടൈമിൽ നിങ്ങൾ കഴിയുന്നത്ര ഇത്തരം സംസാരങ്ങൾ ലൈക്ക് എവിടെ പഠിച്ചു, എവിടെ കോച്ചിങ് എടുത്തു, അല്ലെങ്കിൽ കോച്ചിങ് അക്കാഡമിനെ പറ്റിയിട്ടുള്ള കമ്പാരിസൺ, ഞാൻ അത് പഠിച്ചിട്ടുണ്ട് ഇത് പഠിച്ചിട്ടുണ്ട്, ഇത്തരം സംസാരങ്ങൾ ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക. കഴിയുന്നതും ഐസൊലേറ്റഡ് ആയിട്ട് ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു തപസ് പോലെ ഇരിക്കുക. ഓക്കെ, കഴിയുന്നത് ആരുടെ അതിങ്ങനെ ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ പോകാതിരിക്കുക. ആരുടെ ഒപ്പീനിയൻസ് നമ്മുടെ കോൺഫിഡൻസിനെ ബ്രേക്ക് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പാരൻസുമായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ പാരൻസിന് ആക്ച്വലി ലൈക്ക് കുട്ടികൾ എക്സാം എഴുതുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാനുള്ളത് എക്സാമിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ എക്സാം സിസ്റ്റത്തിനെ പറ്റിയിട്ടും ചിലപ്പോൾ പൊളിറ്റിക്സിനെ പറ്റിയിട്ടും ഒക്കെ ആയിരിക്കാം. സോ വേറൊരു ആസ്പിരൻറ്റിൻ്റെ വേറൊരു കാൻഡിഡേറ്റിൻ്റെ പാരൻസിൻ്റെ സംസാരവും നമ്മളെ കോൺഫിഡൻസ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ലൈക്ക് അവരുടെ ശരികൾ, അവരുടെ ലോകം ഡിഫറെൻ്റ് ആയിരിക്കാം, നമ്മുടേത് ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സംസാരങ്ങളിലേക്ക് കഴിയുന്നത്ര ലൈക്ക് യു ഡോണ്ട് നീഡ് ടു ബി റൂഡ്, ബട്ട് പൊളൈറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് എക്സാമിന് കയറുന്ന സമയത്ത് 9 മണിക്കുള്ളിൽ തന്നെ കൃത്യമായിട്ട് എക്സാം ഹാളിലേക്ക് എത്തുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും എക്സാം ഹാളിൽ അലൗഡ് അല്ല. ഫോണ്, സ്മാർട്ട് വാച്ച്, അങ്ങനെ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും ഇലക്ട്രോണിക് ഡിവൈസസും അലൗഡ് അല്ല. സാധാരണ റിസ്റ്റ് വാച്ച്, അതായത് അനലോഗ് റിസ്റ്റ് വാച്ചുകൾ, ഡിജിറ്റൽ അല്ല കേട്ടോ, അനലോഗ് ആയിട്ടുള്ള സാധാരണ റിസ്റ്റ് വാച്ചുകൾ അലൗഡ് ആണ്. അത്തരം വാച്ചുകൾ നിങ്ങൾക്ക് അകത്തേക്ക് കയറ്റാം. ഇനി സപ്പോസ് നിങ്ങൾ കയറുന്ന സമയത്ത് ലൈക്ക് പോലീസ് ചെക്കിങ്ങോ അങ്ങനെയുള്ള സമയത്തോ ആരെങ്കിലും ഇത് വാച്ച് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റിൽ ഇൻസ്ട്രക്ഷനിൽ വെച്ചിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള റിസ്റ്റ് വാച്ച് അലൗഡ് ആണ്. അത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഉള്ളിലേക്ക് കയറ്റാം. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ലൈക്ക് റേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് UPSC അലൗഡ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, പിന്നെ വണ്ടിയുടെ കീ പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ള ചില സംശയങ്ങൾ. ചില ആൾക്കാരിലേക്ക് ബൈക്കിൽ പോകുന്നവരുണ്ടാവാം. സോ അത് ഇലക്ട്രോണിക് ഡിവൈസസ് ആണെങ്കിൽ കഴിയുന്നതും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. പോക്കറ്റിൽ വെച്ചിട്ടൊക്കെ കൊണ്ടുപോകുന്നതാണെങ്കിൽ ചിലപ്പോൾ സ്കോഡോ മറ്റോ വന്നിട്ട് അത് പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ എല്ലാ എക്സാം സെൻറ്റേഴ്സിലും നിങ്ങൾക്ക് ക്ലോക്ക് റൂംസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ബാഗിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ക്ലോക്ക് റൂംസിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സേഫ് ആയിരിക്കും. അങ്ങനെ ലൈക്ക് ആരും അങ്ങനെ എടുത്തു കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതവിടെ വെച്ചിട്ട് പോയാൽ മതി. ഫോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ബാഗിൽ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് സേഫ് ആയിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ കൊണ്ടുപോകണം. നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം വിത്തൗട്ട് എനി ലേബിൾ ഒന്നും ഇല്ലാത്ത ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നിർബന്ധമായും എടുക്കേണ്ടത് ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്ന്. ഓക്കെ, ഐ റിപ്പീറ്റ്, ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്ന്. ബ്ലൂ പറ്റില്ല. ഓക്കെ, ബ്ലാക്ക് പെന്ന് കൊണ്ട് തന്നെ നിങ്ങൾ OMRൽ മാർക്ക് ചെയ്യണം. അത് നിങ്ങളൊരു 4-5 കയ്യിലെടുക്കുക. ചിലപ്പം ഏതെങ്കിലും ഒന്ന് ലൈക്ക് തെളിയാതെ വരുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അപ്പോഴും ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടി 4-5 പെന്നുകൾ നിങ്ങൾക്ക് കയ്യിലെടുക്കാം. പെൻസിൽ വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ലൈക്ക് റഫ് വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെൻസിൽ എടുക്കാം. പെൻസിൽ, സ്കെയിൽ പോലുള്ള സാധനങ്ങളൊന്നും എടുക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഫുൾ ജോമെട്രി ബോക്സ് ഒക്കെ എടുത്തിട്ട് ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ആകെ നമുക്ക് ലൈക്ക് ഒരു പെന്നിൻ്റെ ആവശ്യമേ എക്സാം എഴുതുന്നതിൽ വരുന്നുള്ളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നും അതിൽ നമുക്ക് ഈ പറഞ്ഞ മാത്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും വലിയ ജോമെട്രി ബോക്സിൻ്റെ ആവശ്യം ഒന്നും വരുന്നില്ല. അതിൽ ആകെ ഒരു ബോൾ പോയിന്റ് പെന്നിൻ്റെ, ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്നിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ആൻഡ് എക്സാം ഹാളിൽ എത്തിയതിന് ശേഷം ലൈക്ക് കാമായിരിക്കുക. ഒരു 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് OMR ഷീറ്റ് ആയിരിക്കും ആദ്യം കിട്ടുന്നത്. ഒന്നുകിൽ OMR ഷീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റൻഡൻസ് ഷീറ്റ് ആയിരിക്കാം. ഓക്കെ, ഇതാണ് ഒരു സാമ്പിൾ OMR ഷീറ്റ്. ഓക്കെ, അല്ല ഇത് ക്ലിയർ ആയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാം. സാമ്പിൾ OMR ഷീറ്റാണിത്. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ സെൻറ്റർ എഴുതാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സെൻറ്റർ എവിടെയാണോ, ട്രിവാൻഡ്രം ആണോ, കാലിക്കറ്റ് ആണോ, എറണാകുളം ആണോ, എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ കൊടുക്കുക. സബ്ജക്റ്റ് എന്ന് പറയുന്നത് മോർണിംഗ് വരുന്നത് പേപ്പർ 1 ആണ്. പേപ്പർ 1ഉം 2 ആണ്. 2 സബ്ജക്റ്റാണ്, 2 പേപ്പേഴ്സാണ് നമുക്ക് വരുന്നത്. രാവിലത്തെ പേപ്പർ എന്ന് പറയുന്നത് പേപ്പർ 1 ആണ്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ബുക്ക്ലെറ്റിൻ്റെ സീരീസ് നമ്പർ എഴുതാനുള്ളത്. അതായത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഒരു ആൽഫ കോഡ് ഉണ്ടാവും. ABCD എന്ന് പറഞ്ഞിട്ട് ഒരു ആൽഫ കോഡ് ഉണ്ടാവും. ഓക്കെ, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന A ആണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് B ആയിരിക്കാം. തൊട്ട് ബാക്കിലിരിക്കുന്ന ആൾക്ക് C ആയിരിക്കാം. തൊട്ട് സൈഡിലിരിക്കുന്ന ആൾക്ക് D ആയിരിക്കാം. അതായത് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളുടെ ക്വസ്റ്റ്യൻ്റെ ഓർഡറും നിങ്ങളുടെ ഓർഡറും തമ്മിൽ എൻറ്റയർലി വ്യത്യാസമാണ്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ആൽഫ കോഡ് ABCD എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റിലെ ആൽഫ കോഡ് എന്താണോ, ABCD ഇതിൽ ഏതാണോ അതിവിടെ എഴുതുകയും അത് മാർക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, കൃത്യമായിട്ട് ആൽഫ കോഡ് ഏതാണോ അത് തന്നെ മാർക്ക് ചെയ്യുക. ABCD എന്ന് പറഞ്ഞിട്ട് 4 കോളംസ് ഉണ്ട്. അതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബബിൾ ചെയ്യാം. ഓക്കെ, റൗണ്ട് ചെയ്യുക, മാർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്ജക്റ്റ് കോഡ് ചോദിക്കുന്നുണ്ട്. രാവിലത്തെ പേപ്പർ 1ൻ്റെ സബ്ജക്റ്റ് കോഡ് 01 ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ 01 എന്ന് എഴുതുകയും ചെയ്യുക. 0യും 1ഉം മാർക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ആണ് റോൾ നമ്പർ ഉണ്ടാവുന്നത്. റോൾ നമ്പർ നിങ്ങൾ എഴുതുകയും വേണം,
അതിന് കൺസിക്യൂട്ടീവ് ആയിട്ട്, അതായത് ഇപ്പം നിങ്ങളുടെ റോൾ നമ്പർ ഇപ്പം 1 എന്നാണ് തുടങ്ങുന്നതെങ്കിൽ ആദ്യം ഈ കോളത്തിൽ 1 എഴുതുക, അതിന് താഴെ 1 എവിടെയാണോ മാർക്ക് ചെയ്യേണ്ടത് അത് 1 മാർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് റോൾ നമ്പർ 9 ആണെങ്കിൽ, അതായത് നെക്സ്റ്റ് ഡിജിറ്റ് 9 ആണെങ്കിൽ 9 എഴുതുക, 9 മാർക്ക് ചെയ്യുകയും ചെയ്യുക. സോ ഈ റോൾ നമ്പർ ആദ്യം ഇവിടെ എഴുതുക, എഴുതിയതിന് ശേഷം അതിന് കറക്റ്റായിട്ടുള്ള നമ്പേഴ്സ് ബബിൾ ചെയ്യുക, ശ്രദ്ധിക്കുക, മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ കാര്യങ്ങൾ എഴുതുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ പേപ്പർ അവർ എടുക്കില്ല, UPSC വാല്യൂ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് ഈ സൈഡിലൊക്കെ. ഇവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള മാർക്കിങ്ങും വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ കെയർഫുൾ ആയിട്ട് മാത്രം OMR നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഇൻവിജിലേറ്ററിൻ്റെ ഇനീഷ്യേഷന് വേണ്ടിയിട്ട് ഒരു കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻവിജിലേറ്റർ വന്നിട്ട് സൈൻ ചെയ്യും. നിങ്ങൾ എഴുതിയിരിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ എന്നൊരു പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് ഇൻവിജിലേറ്റർ വന്നിട്ട് സൈൻ ചെയ്യും. ഇത്ര മാത്രമാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് 9 മണിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ OMR ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ ഫില്ല് ചെയ്ത് വെക്കുക. ഓക്കെ, ഇൻ ദ മീൻ ടൈം ആക്ച്വലി ലൈക്ക് എക്സാം മേ ബി നടക്കുമ്പോഴായിരിക്കാം, സ്വാഭാവികമായിട്ടും ആൻസർ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നതിന് ശേഷമായിരിക്കാം നമുക്ക് ഈ പറഞ്ഞ ലൈക്ക് അറ്റൻഡൻസ് ഷീറ്റ് കിട്ടുന്നത്. ഓക്കെ, എനിവേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തുന്നത് നിങ്ങളുടെ ആൻസർ ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ലൈക്ക് എന്താ പറയുക, എല്ലാ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഉറപ്പ് വരുത്തേണ്ട എല്ലാ പേജസും കൃത്യമായിട്ട് പ്രിന്റഡ് ആണ് എന്നത് ഉറപ്പ് വരുത്തുക. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ നിങ്ങളുടെ പേരും റോൾ നമ്പറും എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോവാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ കാര്യത്തിനോ പേരും റോൾ നമ്പർ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. റോൾ നമ്പർ അറ്റ്ലീസ്റ്റ് റോൾ നമ്പർ എങ്കിലും അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ പേജസും നിങ്ങൾ നോക്കുക, 100 ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻവിജിലേറ്ററോട് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ റീപ്ലേസ് ചെയ്ത് മേടിക്കുക. ആ ഫുൾ എൻറ്റയർ ബുക്കിലേറ്റ് തന്നെ റീപ്ലേസ് ചെയ്ത് മേടിക്കുക. ഇനി എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പം ഇത്തരത്തിലുള്ള ഒരു അറ്റൻഡൻസ് ഷീറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് ആക്ച്വലി നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, മൊത്തം ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു അറ്റൻഡൻസ് ഷീറ്റാണുള്ളത്. ഇതിൽ ഓരോ കോളംസും നിങ്ങളുടെ ലൈക്ക് ക്രെഡൻഷ്യൽസ് ഫില്ല് ചെയ്യാനുള്ളതായിരിക്കും. ഇതിൽ നിങ്ങളുടെ ഇതിൽ ആക്ച്വലി ലൈക്ക് ഒരു ഫോട്ടോ നിങ്ങളുടേത് ഉണ്ടാവും, ഓൾറെഡി പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും, റോൾ നമ്പർ നിങ്ങളുടേത് ഉണ്ടാവും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ, അതിൽ PA എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പ്രസന്റ് ആണെങ്കിൽ P മാർക്ക് ചെയ്യുക. നിങ്ങളുടെ ടെസ്റ്റ് ബുക്ക്ലെറ്റിന്റെ ആൽഫ കോഡ് എന്താണോ ABCD അത് ഏതാണെന്നുള്ളത് അത് മാർക്ക് ചെയ്യുക. ടെസ്റ്റ് ബുക്ക്ലെറ്റിന് ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരിയൽ നമ്പർ അത് എഴുതി വെക്കുക. പിന്നെ നിങ്ങളുടെ സൈൻ അവിടെ ഇടുക. പിന്നെ അതുപോലെ തന്നെ അറ്റൻഡൻസ് ഷീറ്റ് ആൻസർ ഷീറ്റിന് ഒരു സീരിയൽ നമ്പർ ഉണ്ട്. ഓക്കെ, ഈ ആൻസർ ഷീറ്റിന് ഇവിടെ ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. ഈ സീരിയൽ നമ്പർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതുകയും അതേപോലെ തന്നെ അതിന് കണക്കായിട്ട് മാർക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻവിജിലേറ്റർ നിങ്ങളുടെ തൊട്ടടുത്തുണ്ടാവും. നിങ്ങൾ ആ ഒരു കാര്യം ആലോചിച്ച് ഒരു തരത്തിലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അയ്യോ ഈ ഒരു സാറിന് നമ്മളിവിടെ വെയിറ്റ് ചെയ്യിക്കുകയാണല്ലോ അല്ലെ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ജോലി അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എത്ര സമയം വേണമെങ്കിലും അവിടെ വെയിറ്റ് ചെയ്തോളൂ. നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്യിക്കുക എന്നുള്ളതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതിൽ തെറ്റ് കൂടാതെ നിങ്ങൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നിങ്ങളുടെ അവിടെയുള്ള ആ നമ്പർ അങ്ങ് എഴുതിയിട്ട് അത് ബബിൾ ചെയ്ത് കളയാം. ലൈക്ക് സിമ്പിളായിട്ട് അങ്ങ് ചെയ്താൽ മതി, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിൽ. അപ്പോൾ ഇതിൽ ഓരോ സ്ഥലത്തും നിങ്ങളുടെ ഫോട്ടോയും ഓരോരുത്തരുടെ ഇപ്പം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ ഫോട്ടോ ഇവിടെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഒറ്റയ്ക്കല്ല ഇത് കിട്ടുന്നത്, മൊത്തം ക്ലാസ്സിലേക്കാണ് ഇതിൽ. നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് നിങ്ങൾ ഫില്ല് ചെയ്യുക. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഈ ആൻസർ എഴുതുന്ന സമയത്തായിരിക്കും മിക്കവാറും ഈ ഒരു കാര്യം വരിക. സോ ഒരു ചെറിയൊരു ഡിസ്ട്രാക്ഷൻ അതിനിടയിൽ ഉണ്ടാവും, ബട്ട് അതൊരു പ്രശ്നമാക്കേണ്ട. അയ്യോ എൻ്റെ ടൈം പോയി, ആൻസർ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം ലേറ്റായി പോയി, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് ഹോൾ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ID പ്രൂഫും കൊണ്ടുപോകണം. എന്ത് ID പ്രൂഫാണോ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്, അതായത് എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്നത്, ആ ID പ്രൂഫിൻ്റെ തന്നെ ഒറിജിനൽ കൊണ്ടുപോകണം. നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ട് ആ കാർഡിൻ്റെ പേരും അതിൻ്റെ നമ്പറും അതിൽ ഹോൾ ടിക്കറ്റിൽ തന്നെയുണ്ട്. ആ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ്, ലൈസൻസ് ആണെങ്കിൽ അത് എന്താണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ സെയിം ID പ്രൂഫിൻ്റെ ഒറിജിനൽ തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ നിർബന്ധമായിട്ടും ശ്രമിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ആൻസർ എഴുതുന്ന സമയത്ത് ഇത് നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ടിപ്പായിരിക്കാം. ആദ്യത്തെ 15 മിനിറ്റാണ് മിക്ക ആസ്പിരൻസും ഫെയിൽ ആവുന്നത്. ക്വസ്റ്റ്യൻ കണ്ട് പാനിക്കായിട്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 75 ആ റേഞ്ചിലൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ 75 മാർക്ക് മേടിക്കാൻ വേണ്ടി നമ്മളൊരു 75 മേലെ ഒരു മാർക്ക് മേടിക്കാൻ വേണ്ടി നമ്മളൊരു 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ തന്നെ ധാരാളം. 40 ക്വസ്റ്റ്യൻ നമ്മൾ ശരിയാക്കി തന്നെ ധാരാളം. 40 ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് 80 മാർക്ക് കിട്ടും. ഓക്കെ, 200-ൽ 80 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കയറാനുള്ള സാധ്യത ഇപ്പോൾ കൂടുതലാണ്. ഇപ്പോൾ കട്ട് ഓഫ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ 60 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതേണ്ടതല്ല എന്നർത്ഥം.
40 ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ റൈറ്റ് ആക്കേണ്ട ആവശ്യമുള്ളൂ. 60 ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് പറ്റാത്തതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ 60 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതേണ്ട വിടുക, 40 ക്വസ്റ്റ്യൻ മാത്രം എഴുതുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ 60 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ടഫർ ആയിരിക്കാം, 40 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ടഫർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഒരു തരത്തിലും പാനിക് ആവാതിരിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് വിടുക, ഒരു പ്രശ്നമില്ല. ചിലപ്പോൾ അടുപ്പിച്ചൊരു 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാത്ത വന്നിട്ടുണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല. ബാക്കി 10 കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി എന്താ പറയുക, എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയിട്ട് 50 ശേഷം എഴുതുക, അല്ലെങ്കിൽ 100 നിന്ന് ബാക്കോട്ടേക്ക് എഴുതുക. എങ്ങനെയാണ് അത് ലൈക്ക് നിങ്ങൾക്ക് ബോർ അടിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയൊക്കെ എഴുതാം. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് അത് എഴുതി വെക്കുക. ഒരു 35 40 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ തന്നെ അത് എഴുതി വെക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് ലൈക്ക് നിങ്ങൾക്ക് ഒരു വൈൽഡ് ഗസ് പോലെ അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ഗസ് പോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇറ്റ് ഡിപ്പെൻസ്. ആക്ച്വലി എക്സാമിൻ്റെ കാര്യങ്ങൾ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കാര്യങ്ങൾ. അപ്പം എങ്ങനെ അത് ആൻസർ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ലൈക്ക് 2-3 മെത്തേഡുകളുണ്ട്. ഒന്നിക്കൽ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതുക, എന്നിട്ട് അത് കൗണ്ട് ചെയ്ത് നോക്കുക, എത്ര എണ്ണം ഉണ്ട് നോക്കുക. നിങ്ങൾ ക്ലിയർ ആവാനുള്ള ഒരു കട്ട് ഓഫിൻ്റെ അടുത്ത് എത്തുന്നുണ്ടോ നോക്കുക. എത്തുന്നില്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. സെക്കൻഡ് റൗണ്ടിൽ ഒരല്പം കൂടി നമുക്ക് ഇൻ്റലിജൻറ്റ് ഗസ്സിങ്ങിലൂടെ എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് ഉണ്ടാവും, അത് ചെയ്യാം. എന്നിട്ടും ക്ലിയർ ആവുന്നില്ലെങ്കിൽ മാത്രം തേർഡ് റൗണ്ടിൽ വൈൽഡ് ഗസ്സിങ്ങിലേക്ക് പോവുക. പിന്നെ അത് ഭാഗ്യപരീക്ഷണമാണ്, നമുക്ക് കയറുമോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ കയറും, ചിലപ്പോൾ കയറില്ല. ഓക്കെ, അപ്പം ലൈക്ക് ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഓക്കെ, ഇനി ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം മാർക്ക് ചെയ്ത് വെക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കീ എടുത്തിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഐ അഗ്രി വിത്ത് ദാറ്റ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം മാർക്ക് ചെയ്തിട്ട് ഈ OMRനെ അവസാനത്തേക്ക് വെക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഏത് ആൻസറാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഷുവർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നിങ്ങൾ OMRൽ അത് മാർക്ക് ചെയ്യുക. കാരണം ഇത് അവസാനം നമ്മൾ മാർക്ക് ചെയ്യാൻ ബബിൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, ബബിൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഫുള്ളായിട്ട് റൗണ്ട് ചെയ്യുകയാണ് വേണ്ടത്, ഫുള്ളായിട്ട് കറപ്പിക്കാൻ വേണ്ടത്. അവസാനം നിങ്ങൾ ബബിൾ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്ന് വരാം. പാനിക് ആകുന്ന സമയത്ത് ചിലപ്പോൾ ഓർഡർ തെറ്റിപ്പോയിരിക്കാം. ഇതിൽ എഴുതുന്ന സമയത്ത് ഒരെണ്ണം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ലൈക്ക് ഫൈനലാണ്. നമുക്ക് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് തന്നെ കൺസിഡർ ചെയ്യുള്ളൂ. സോ ഈ മാർക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ലാസ്റ്റിലേക്ക് ടൈം മാറ്റി വെക്കരുത്. ഓരോ ആൻസറും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബബിൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ഇനി എക്സാം കഴിയുന്ന സമയത്ത് ലാസ്റ്റ് മിനിറ്റ് ലൈക്ക് ആൻസർ പേപ്പർ മേടിക്കാൻ വേണ്ടിയിട്ട് ഇൻവിജിലേറ്റർ വരുന്ന സമയത്ത് വെറുതെ തിരക്ക് കൂട്ടിയിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ല, കൂളായിട്ടിരിക്കാം. ഓക്കെ, പിന്നെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം 11:30 ഫസ്റ്റ് എക്സാം കഴിയും. സെക്കൻഡ് പേപ്പർ ഉച്ചയ്ക്ക് ശേഷം 2:30 ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. 2 മണിക്ക് നമ്മുടെ എക്സാം ഹാളിൽ കയറണമെങ്കിൽ 2-2.5 മണിക്കൂർ ഒരു സിനിമ കാണാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ ലൈക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിരിക്കുന്ന സമയത്തായിരിക്കാം വീണ്ടും ഈ പറയുന്ന ആളുകൾ ഡിസ്കഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമായിരിക്കും. കണ്ട് പാനിക് ആവേണ്ട ആവശ്യമില്ല. പിന്നെ ചില ആളുകളൊക്കെ വലിയ ബുക്കൊക്കെ എടുത്ത് വരുന്ന പഠിക്കുന്നുണ്ടാവും. ആ ഒരു 2.5 മണിക്കൂർ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ടാവും. ഒരു കാര്യമില്ല, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ 2.5 മണിക്കൂറിൻ്റെ സമയത്ത് പഠിച്ചിട്ടും ഇത്രയും ലൈക്ക് ടൈമിൽ നടക്കാത്ത കാര്യം 2.5 മണിക്കൂർ കൊണ്ട് പഠിച്ചിട്ടൊന്നും നേടാൻ പോകുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ആരെങ്കിലും അത്ര വലിയ ബുക്ക് എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ട് സൈക്കോപാത്ത് ആണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് മനസ്സിലേക്ക് ഉണ്ടായിരിക്കുക. ആ ബുക്കൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പല ബുക്കുകളും പല കാര്യങ്ങളുണ്ട്, കണ്ടൻറ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. അയ്യോ ഞാൻ ആ ബുക്ക് പഠിച്ചില്ലല്ലോ, ഞാനത് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സെക്കൻഡ് പേപ്പർ വരുന്നത് CSAT ആണ്. CSAT സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വാളിഫൈഡ് നേച്ചർ പേപ്പറാണ്. വെറും 66 മാർക്ക് മാത്രമേ മേടിക്കേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ കാമായിട്ട് എക്സാം ഹാളിലേക്ക് പോവുക. 66 മാർക്ക് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ബാക്കി ആൻസേഴ്സ് എഴുതിയില്ലെങ്കിലും കിടന്നുറങ്ങാമെന്നുള്ള ചിന്തയിൽ കൂളായിട്ട് അകത്തേക്ക് പോവുക. എന്ന് വെച്ചാൽ കെയർലെസ് ആയിരിക്കണം എന്നല്ല, കാമായിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, CSATന് ന്യൂമറിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ റീഡിംഗ് കോമ്പിനേഷൻ ഉണ്ടാവാം. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണോ ആ ഒരു സ്ട്രോങ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. ആൻഡ് ഈ പറഞ്ഞ 66 മാർക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി കാമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഇനി മാത്സിനോട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, മാത്സിന് ലൈക്ക് വലിയ എന്താ പറയുക, മാത്സിനോട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചില CSAT ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നിങ്ങൾ ഒരിക്കലും ഈഗോ ഹേർട്ടഡ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈഗോ ഹേർട്ടായിട്ട് അതിന് ലൈക്ക് ആ ക്വസ്റ്റ്യന് ഞാൻ ആൻസർ കണ്ടെത്തിയേ സാധിക്കൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിറകെ പോവാതിരിക്കുക. കാരണം
അതിന് പിറകെ പോകുന്ന സമയത്ത് സമയമാണ് നമുക്ക് ഇല്ലാണ്ടാകുന്നത്. ഒരു മാത്സ് ക്വസ്റ്റ്യൻ അതിന് ആൻസർ കണ്ടെത്തിയേ പറ്റും. ചില ക്വസ്റ്റ്യൻസ് ലൈക്ക് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷേ അതിന് ആൻസർ വളരെ സിമ്പിളായിരിക്കും. ചില ക്വസ്റ്റ്യൻസിൻ്റെ പ്രോസസ്സ് അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഭയങ്കര ലെങ്തി ആയിട്ട് നമ്മൾ പോകേണ്ടി വരും. ഒരു പരിധിൻ്റെ അപ്പുറത്തേക്ക് സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും ഒറ്റ അളവ് മാർക്ക് മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. 2.5 മാർക്ക് മാത്രമേ. CSAT-നായാലും മറ്റേ ഫസ്റ്റ് പേപ്പറിനാണെങ്കിൽ 2 മാർക്ക്. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ എമൗണ്ട് ഓഫ് മാർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുക. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് പേപ്പറിന് 1/3 മാർക്ക് നെഗറ്റീവ് വരുന്നുണ്ട്, ലൈക്ക് 0.6 മാർക്ക് നെഗറ്റീവ് വരുന്നുണ്ട്. ആ ഒരു കാര്യവും ഉറപ്പിച്ച് വെക്കാം. ഓക്കെ, സോ CSAT അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമല്ല സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയാസ് ആദ്യം അറ്റൻഡ് ചെയ്യുക. ബാക്കി കട്ട് ഓഫ് ക്രോസ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം ബാക്കി ഏരിയാസിലേക്ക് കിടക്കുക. റീഡിംഗ് കോമ്പ്രിഹെൻഷൻ്റെ കാര്യത്തിൽ ലൈക്ക് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പാസേജുകൾ വായിക്കുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് ലൈക്ക് ഇൻ ഷോർട്ട് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി എക്സാം കഴിഞ്ഞതിന് ശേഷം ആൻസർ പേപ്പർ എന്ന് വെച്ചാൽ OMR അവിടെ കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഭദ്രമാക്കി വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിനെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് ലൈക്ക് കട്ട് ഓഫ് കടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ആൻസർ കീ നോക്കിയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ പറ്റും. ഇനിയല്ല നെക്സ്റ്റ് ഇയറിലേക്കാണെങ്കിലും നമുക്ക് ആവശ്യം വരുന്നൊരു സാധനമാണ്. ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ വെക്കുക. കാരണം ഹോൾ ടിക്കറ്റിലെ റോൾ നമ്പർ വെച്ചിട്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഇനി എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ നേരത്തെ സംസാരിക്കാൻ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരോടൊക്കെ പോയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുക, കൂളായിട്ടിരിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദിസ് സൺഡേ. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക.